ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഊപ്സ് റൗണ്ടിലെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. ഓക്കെ, അതായത് ഊപ്സിലെ ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് ഞാൻ ആദ്യം ഊപ്സ് റൗണ്ടിൽ എന്തൊക്കെയുണ്ടാകുന്ന ആദ്യം ബേസ് ഒരു ഐഡിയ തരാം. അതായത് ഊപ്സ് റൗണ്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. ആദ്യത്തെ പാർട്ട്, അതായത് ഊപ്സ് റൗണ്ട് തന്നെ 2 പാർട്ടായിട്ടാണ് നടക്കുന്നത്. അതായത് ആദ്യം നമ്മളോട് സിയിലെ ബേസിക് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ആദ്യം നമ്മളോട് ചോദിക്കുക. അത് 2 മാർക്ക് മുതൽ 3 മാർക്ക് വരെ നീളുന്ന ക്വസ്റ്റ്യൻ അതിൻ്റെ അകത്ത് നിന്നുണ്ടാകുക. പക്ഷേ ക്വസ്റ്റ്യൻസ് ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഈ സി പി നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ, അതായത് ബേസിക് ലെവലിൽ നിന്ന് ക്വസ്റ്റ്യൻ വേണ്ടിയിട്ട് സി പി ചോദിക്കാം. എന്നോട് ചോദിച്ചത് വെച്ചാൽ, അതായത് ഈ ഒരു സി പി നിന്ന് എന്നോട് പ്രോബ്ലത്തിൽ ചോദിച്ചത് ഈ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, അതായത് അതൊക്കെ നമ്മളോട് സി പി നിന്ന് ചോദിക്കാം. പിന്നെ പാർട്ട് 2 ഊപ്സ് റൗണ്ട്, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാ തരം ക്വസ്റ്റ്യൻസും എന്നായിരിക്കും. ഏത് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ട അവസ്ഥയായിട്ട് വരും. ഓക്കെ, അത് ഓറെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, വരുന്ന ഇൻവിജിലേറ്ററെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വരുന്ന ക്വസ്റ്റ്യൻ്റെ ടഫും സിമ്പിളൊക്കെ ആകുന്നുണ്ട്, ആ ഒരു രീതിയിൽ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സി പിയിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതായത് സി പിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് ഒരു വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഒരു വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഞാനിവിടെ കാണിച്ചു തരുന്നതാണല്ലോ. അതായത് ജസ്റ്റ് നമ്മൾ ഒരു ഇൻറ്റ് ഡാറ്റ ടൈപ്പ് എന്തെങ്കിലും കൊടുത്തിട്ട് നെയിം, അതായത് വേരിയബിളിൻ്റെ നെയിം കൊടുക്കുന്നു. നമ്മൾ ജെ എന്നൊക്കെ കൊടുക്കാറില്ലേ, കെ ഇങ്ങനെയൊക്കെ കൊടുക്കാറില്ലേ, വേരിയബിളിൻ്റെ നെയിം കൊടുത്ത് ഇങ്ങനെ ആക്കുന്ന ഒരു ഇതില്ലേ. അതായത് ജസ്റ്റ് വേരിയബിൾ ഡാറ്റ ടൈപ്പ് എന്താണോ അതും പിന്നെ ഒരു ഇൻറ്റ് അതും കൂടി കൊടുക്കുന്നു. ഓക്കെ, ഈ ഒരു ഇതിനാണ് വേരിയബിളിൻ്റെ ഇത് എന്ന് പറയുന്നത്, ഡിക്ലറേഷൻ. ഓക്കെ, ഇനി ഇനീഷ്യലൈസേഷൻ ഉണ്ട് വേരിയബിളിൻ്റെ. അതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ജസ്റ്റ് നമ്മൾ ഇൻറ്റ് അല്ലെങ്കിൽ ഫ്ലോട്ട് ഒക്കെ കൊടുക്കില്ല ഡാറ്റ ടൈപ്പ്. അടുത്ത ടോപ്പിക്ക് ഡാറ്റ ടൈപ്പ് തന്നെയാണ്. ഓക്കെ, അതായത് ഇൻറ്റ് ഐ അല്ലെങ്കിൽ നമ്മൾ കെ അസൈൻ 10 എന്നൊക്കെ പറയാറില്ലേ, അസൈൻ ചെയ്തിട്ട് പറയുന്നത്. അതുപോലെ നമ്മൾ സമ്മ് കാണുമ്പോൾ സമ്മ് ഈ അസൈൻ 0 എന്നൊക്കെ കൊടുക്കാറില്ലേ, ഈ ഒരു ഇതിനെയാണ് ഈ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുക. ഓക്കെ, അത്രയേ ഉള്ളൂ ഈ കാര്യം. അതായത് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ജസ്റ്റ് ഡാറ്റ ടൈപ്പും, അതായത് ഡിക്ലറേഷനും ഇനിഷ്യലൈസേഷനും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ആയിട്ടുള്ളത്. അതായത് ഇവിടെ ഈ ഡിക്ലറേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പും വേരിയബിളിൻ്റെ നെയിമും മാത്രമാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ആ ഒരു വേരിയബിളിൻ്റെ നെയിമും വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പും പിന്നെ നെയിമും പിന്നെ അത് വാല്യൂവിനെ എങ്ങോട്ടേക്ക് അസൈൻ ചെയ്യണം, അത് മൂന്നും കൂടിയാണ് ഈ ഒരു ഇനീഷ്യലൈസേഷനിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതിൽ പഠിക്കാൻ. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാനുള്ള അടുത്ത മേജർ ടോപ്പിക് തന്നെയാണ് ഡാറ്റ ടൈപ്സ്. ഓക്കെ, ഡാറ്റ ടൈപ്സ് 2 ടൈപ്പാണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് ഡാറ്റ ടൈപ്പ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, പിന്നെ ബേസിക് ഡാറ്റ ടൈപ്പ് എന്താണെന്ന് പറയാം, അതുപോലെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്. ഈ ബേസിക് ഡാറ്റ ടൈപ്പിനെ വേറൊരു പേരിലും കൂടി വിളിക്കാറുണ്ട്, അത് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, അതുപോലെ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സിനെ നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ്. ഇതിൻ്റെ ഏത് പേര് വേണ്ടിയിട്ട് നമുക്ക് വിളിക്കാം. ഈ ബേസിക് ഡാറ്റ ടൈപ്പ് എന്തൊക്കെയുള്ളതെന്ന് വെച്ചാൽ, ഇൻറ്റ്, ഫ്ലോട്ട്, ഡബിൾ, ക്യാരക്ടർ, ഓക്കെ, ക്യാർ, വോയിഡ്, ഇത്രക്കൊക്കെയാണ് ബേസിക് ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിലുള്ളത്. ഇനി ഓരോന്നും എന്തൊക്കെയാണെന്ന് പറയാം. നമ്മൾ ഈ ആദ്യം ഡാറ്റ ടൈപ്പ് എന്താണെന്ന് ഞാൻ ഒരു ബേസിക് ഐഡിയ തരാം. നമ്മൾ ഒരു സാധനം സ്റ്റോർ ചെയ്യുന്നു, ആ ഉള്ളിൽ സ്റ്റോർ ചെയ്ത എന്താണോ അത് ഏത് ടൈപ്പാണെന്നാണ് ഈ ഡാറ്റ ടൈപ്പ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഉള്ളിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് ഇൻറ്റാണോ ഫ്ലോട്ടാണോ അങ്ങനെ എന്താണ് ഉള്ളിലുള്ളത് എന്നാണ് ഈ ഡാറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഈ ബേസിക് ഡാറ്റ ടൈപ്പിലെ ഇൻറ്റ് ഈസ് യൂസ്ഡ് ആസ് സ്റ്റോർ ഇൻറ്റീജർ വാല്യൂസ്. ഇൻറ്റീജർ വാല്യൂസ് എന്താണെന്ന് അറിയാത്തവർക്ക് 1, 2, 3 -1, 0 ഇതൊക്കെ വരും. ഓക്കെ, ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ഇൻറ്റീജർ ടൈപ്പ് വാല്യൂസ് അല്ല. ഓക്കെ, ഇതുപോലെ 1, 2, 3 അങ്ങനെ അങ്ങോളം പോകാം, നെഗറ്റീവ് വാല്യൂസും വരാം. ഓക്കെ, 0 അടക്കം വരാം. ഓക്കെ, അതാണ് ഇൻറ്റീജർ വാല്യൂ ഇത് സ്റ്റോർ ചെയ്യാൻ. ഓക്കെ, ഈ ഇൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഉള്ളിലുള്ള സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ ഇൻറ്റീജർ ഫോർമാറ്റിലായിരിക്കണം. ഓക്കെ, ഇനി ഫ്ലോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ
ഇത് സിംഗിൾ പ്രിമിറ്റീവ് പെർമിഷൻ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ്. ഓക്കെ, ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. അതായത് ഒരു ഡെസിമൽ ഉള്ള വാല്യൂസ് ആയിരിക്കണം ഉള്ളിൽ സ്റ്റോർ ചെയ്തത്. ഓക്കെ, ഡെസിമൽ വാല്യൂസ് ആണ് ഉള്ളിൽ സ്റ്റോർ ആകേണ്ട ഫ്ലോട്ട്. ഇനി ഡബിളും അതേപോലത്തെ ഇത് തന്നെയാണ്. ഇവിടെ സിംഗിൾ പ്രിമിറ്റീവ് ആണ്. ഇപ്പോൾ ഇത് കാണില്ല, പെർമിഷൻ ആണെങ്കിൽ ഇവിടെ ഡബിൾ പെർമിഷൻ. ഓക്കെ, ഇത് രണ്ടുമുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ രണ്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ ഈ ഫ്ലോട്ട് സ്റ്റോർ ചെയ്യുക ഈ ഒരു ഇത് കണ്ട ഈ ഒരു പോയിന്റിന് ശേഷം 15 7 സംഖ്യ, അതായത് 7 ഇങ്ങനെ നമ്പർ അടിക്കില്ലേ, ഇങ്ങനെ 7 എണ്ണമാണ് ഈ പോയിന്റിന് ശേഷം 7 വാല്യൂസ് ആണ് ഈ ഒരു ഫ്ലോട്ടിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇനി ഇതാ ഡബിളാണ് നമ്മൾ യൂസ് ചെയ്യുമെങ്കിൽ ഈ പോയിന്റിന് ശേഷം 15 നമ്പേഴ്സ് നമുക്ക് ഈ ഒരു ഇത് ഡബിളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഫ്ലോട്ടും ഡബിളും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ഓക്കെ, അതായത് ഇവിടെ 7 സംഖ്യകൾ, പോയിന്റിന് ശേഷം 7 വാല്യൂസ് സംഖ്യകൾ മാത്രമേ സ്റ്റോർ ചെയ്യത്തുള്ളൂ ഡെസിമലിന് ശേഷം. പിന്നെ ഇവിടെ ഇതാണെങ്കിൽ ഡബിൾ യൂസ് ചെയ്യുന്നെങ്കിൽ 15 സംഖ്യകളെ നമുക്ക് ഈ പോയിന്റിന് ശേഷം സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ ഡബിളിനെന്ന അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇത് മോർ പ്രിസൈസ് ആയിരിക്കും, അതായത് ആക്യുറസി ഉള്ള ആൻസർ നമുക്ക് തരും. ഓക്കെ, അതായത് ഫ്ലോട്ടിനെക്കാട്ടും ആക്യുറസി ആയിട്ടുള്ള ആൻസർ, അതായത് ഇതിങ്ങനെ കുറച്ച് ഏറ്റവും കുറച്ച് നമുക്ക് തരുന്നല്ലേ, അതായത് കൂടുതൽ നമ്മൾ ആൻസറിലേക്ക് അടുപ്പിക്കുന്നല്ലേ, അതുകൊണ്ടാണ് മോർ ആക്യുറസി ആയിരുന്നത്. ഓക്കെ, ഡബിളാണ് മോർ ആക്യുറൻസി. പിന്നെ ഇനി നമുക്ക് നോക്കാനുള്ള ഡാറ്റ ടൈപ്പാണ് കെയർ എന്താണെന്ന് വെച്ചാൽ സ്റ്റോർ എ സിംഗിൾ ക്യാരക്ടർ. ഓക്കെ, ഒരു സിംഗിൾ ക്യാരക്ടറിനെ സ്റ്റോർ ചെയ്യാനാണ് കെയർ ഉപയോഗിക്കുന്നത്. എക്സാമ്പിളിന് എ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാം നമുക്ക്, അതുപോലെ ബി, ഇങ്ങനെ സിംഗിളായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാനാണ് കെയർ യൂസ് ചെയ്യുന്നത്. ഇനി വോയിഡ് എന്താണെന്ന് വെച്ചാൽ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫങ്ഷൻ ആസ് നോട്ട് റിട്ടേൺ വാല്യൂ, അതായത് ഫങ്ഷൻ ഒന്നും തിരിച്ചു തരാൻ റിട്ടേൺ ആയിട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ വോയിഡാണ് യൂസ് ചെയ്യുക. ഓക്കെ, അതായത് റിപ്പീറ്റഡ് റിസൈറ്റഡ് അത് മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഒന്നല്ല, ഇത് മെയിൻ ആയിട്ടുള്ള. ഓക്കെ, ഇത് നമുക്ക് ഫങ്ഷൻ എടുക്കുമ്പോൾ മെയിനായിട്ട് ഇത് ഞാൻ ഡിസ്കസ് ചെയ്യും. അതായത് ഒരു വാല്യൂ ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അവിടെ വോയിഡാണ് ഉപയോഗിക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ്, അതിൻ്റെ അകത്ത് അറേ ആണ് ഉള്ളത്. അറേ എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, അതിൻ്റെ അകത്ത് കളക്ഷൻ ഓഫ് എലമെന്റ് ഇൻ സെയിം ഡാറ്റ ടൈപ്പ്. ഓക്കെ, ഈ ഒരു കാര്യങ്ങൾ ഓർത്ത് നോക്കണം, സെയിം ഡാറ്റ ടൈപ്പ്. ഓക്കെ, അതായത് അറേയിൽ സ്റ്റോർ ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്പ് ആണോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതായത് ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിനെ അറേയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു അറേയിൽ. അതിന് ആൻസർ നോ എന്നാണ്. ഓക്കെ, അതായത് ഒരു അറേയിൽ നമുക്ക് കളക്ഷൻ ഓഫ് എലമെന്റ് സ്റ്റോർ ചെയ്യാൻ പറ്റും, പക്ഷെ അതിനൊക്കെ സെയിം ഡാറ്റ ടൈപ്പ് ആയിരിക്കണം. ഇൻ്റ് ആണെങ്കിൽ ഇൻറ്റീജർ വാല്യൂസേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, ഫ്ലോട്ട് ആണെങ്കിൽ ഫ്ലോട്ട്. ഓക്കെ, ഇനി ക്യാരക്ടർ സ്റ്റോർ ചെയ്യാൻ പറയുന്നുണ്ട് പോയിന്റേഴ്സ്. ഈ പോയിന്റേഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് വേരിയബിൾ സ്റ്റോർഡ് മെമ്മറി അഡ്രസ്, അതായത് ഒരു വേരിയബിളിലേക്ക് നമ്മൾ ഒരു വേരിയബിളിന് വേറൊരു വേരിയബിളിൻ്റെ മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനാണ് പോയിന്റർ യൂസ് ചെയ്യുക. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഞാൻ പറയാം. അതായത് ഒരു വേരിയബിൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അത് ആ ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് നമ്മൾ ബി എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. അതിനാണ് ഈ പോയിന്റർ യൂസ് ചെയ്യുക. ഓക്കെ, ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് വേറൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നത്, അതിനാണ് പോയിന്റേഴ്സ് യൂസ് ചെയ്യുക. ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. അതായത് ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് വേറെ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം, അതിനാണ് ഈ പോയിന്റേഴ്സ് എന്ന് പറയുക. ഓക്കെ, ഇത്രയിൽ ഇനി അടുത്ത ടോപ്പിക്കായിട്ട് നമുക്കുള്ളത് ഒരു മെയിനായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബ്രേക്കും കണ്ടിന്യൂ. ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഓരോരോ പ്രോബ്ലത്തിലൂടെ തന്നെ നമുക്ക് പഠിക്കാം. ബ്രേക്ക് എന്തിനാ യൂസ് ചെയ്യുന്നത് ഞാൻ ആദ്യം ഒരു ബ്രീഫ് ഐഡിയ രണ്ടിനും തന്നേക്കാം. ബ്രേക്ക് എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ബ്രേക്ക് നമുക്ക് ഒരു ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ മാത്രമേ ബ്രേക്ക് ഫോറിൻ്റെ ഉള്ളിൽ, പിന്നെ സ്വിച്ച് കേസില്ല അതിൻ്റെ ഉള്ളിലും മാത്രമേ നമുക്ക് ഈ ഒരു ബ്രേക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. അതായത് ഒന്ന് ലൂപ്പിൻ്റെ ഉള്ളിലായിരിക്കണം ബ്രേക്ക് യൂസ് ചെയ്യുന്നത്,
അതായത് ബ്രേക്കിൻ്റെ ഉള്ളിൽ വെറുതെ, അതായത് ലൂപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് വെറുതെ കൊണ്ടുപോയിട്ട് ബ്രേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും കണ്ടീഷൻ, ഈഫ് കണ്ടീഷൻ്റെ ഒക്കെ ഉള്ളിലാണ് നമ്മൾ ഈ ബ്രേക്ക് യൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ബ്രേക്ക് നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് സ്വിച്ച്. ഓക്കെ, പിന്നെ കണ്ടിന്യൂ. ഈ ബ്രേക്ക് എന്ത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ. ഓക്കെ, ആ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനാണ് ഈ ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ സ്വിച്ചിലാണെങ്കിലും ഒരു കേസ് സോൾവ് ചെയ്തിട്ട് അടുത്ത കേസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ബ്രേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ആ ലൂപ്പ് ഒരു തവണ വർക്കായാൽ മതി എന്നുള്ളതുകൊണ്ടാണ് ബ്രേക്ക് ആടെ യൂസ് ചെയ്യുന്നത്. പിന്നെ കണ്ടിന്യൂ, അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു തവണ, അതായത് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആകുന്ന ടൈമിൽ ആ ലൂപ്പിൻ്റെ താഴോട്ടേക്കുള്ള ഒന്നും വർക്ക് ചെയ്യണ്ട, മുകളിലോട്ടേക്ക് തന്നെ പോകും. അതിന് വേണ്ടിയാണ് ഈ കണ്ടിന്യൂ യൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂ നമുക്ക് ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ, അല്ലാതെ വേറെ ഇതില്ല, ഇത് സ്വിച്ചിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് കണ്ടിന്യൂ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ മെയിനായിട്ട് ഇനി പറഞ്ഞുതരാം. അത് പ്രോബ്ലത്തിലൂടെ തന്നെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ള ബ്രേക്ക്. ഇവിടെ ഇതാ ഞാൻ ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ഞാൻ അതിൽ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അതായത് 0 തൊട്ടിട്ട് 100 വരെ, അല്ല 10 വരെയാണ് ഞാൻ ഈ കണ്ടീഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, i++ഉം കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈഫിൻ്റെ ഉള്ളിൽ കണ്ടീഷനായിട്ട് കൊടുത്തത് i=5 ആണെങ്കിൽ ബ്രേക്ക് ചെയ്യാനാണ് കണ്ടീഷനായിട്ട് കൊടുത്തത്. ഓക്കെ, എന്നിട്ട് ഞാൻ പ്രിൻ്റഫിൻ്റെ അകത്ത് %t-യും i-യും സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ എന്നാ ഈ ഒരു ബ്രേക്ക് ചെയ്യുന്നത് ഞാൻ ഒന്നും കൂടി എനിക്ക് പറഞ്ഞത്, അതായത് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് ഉള്ളിലേക്ക് വന്നാൽ, അതായത് ബോഡീൻ്റെ ഉള്ളിലേക്ക് വരില്ലേ, അപ്പോൾ ബ്രേക്ക് കാണും. ബ്രേക്ക് എന്ന് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഒരു ഫോർ ലൂപ്പിനെ എൻ്റെയർ പൊട്ടിക്കും, അതായത് ലൂപ്പിൻ്റെ പുറത്തേക്ക് പോകും. അതായത് ഈ ഒറ്റി ലൂപ്പ്, അതായത് ഉള്ളിലുള്ള ഈ ഈഫിൻ്റെ പുറത്ത് ഉള്ള ആ ഒരു ലൂപ്പ് പൊട്ടിയിട്ട് പുറത്തേക്ക് പോകും. അതിന് വേണ്ടിയാണ് ഈ ബ്രേക്ക് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്നാ പ്രിൻ്റ് ആകുകയെന്ന് വെച്ചാൽ നമ്മളൊന്ന് ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കും. ഇവിടെ i=5 ആകുമ്പോൾ ബ്രേക്ക് ചെയ്യും, അതായത് പിന്നെ ഈ ലൂപ്പ് വർക്കാവില്ല, റിട്ടേൺ 0 അടിച്ചിട്ട് നേരോട്ടേക്ക് തിരിച്ചു പോകും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ഒരു ലൂപ്പിൽ എന്നാ പ്രിൻ്റ് ആകുക ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ, എന്നിട്ട് തുറന്നാക്കിയത്. ഓക്കെ, ഇനി ഇപ്പോൾ ഞാനെന്നാ പ്രിൻ്റ് ആകുക എന്ന് പറഞ്ഞത്, അതായത് ഇവിടെ 0 തൊട്ടിട്ട് 4 വരെ പ്രിൻ്റ് ആവും. ഇവിടെ 5ാമത്തെ കണ്ടീഷൻ ട്രൂ ആകുന്ന ടൈമിലല്ലേ, അതായത് i=5 ആകുന്ന ആ കണ്ടീഷനിൽ ഇത് ബ്രേക്ക് ചെയ്യും, അതായത് ഈ ഒരു ലൂപ്പ് ബ്രേക്ക് ചെയ്യും. അപ്പോൾ 5ന് ശേഷമുള്ള ഒന്നും പ്രിൻ്റ് ആവില്ല. ഓക്കെ, കണ്ട 0 തൊട്ട് 4 വരെ പ്രിൻ്റ് ആയിട്ടുണ്ട്, 5ന് ശേഷമുള്ള ഒന്നും പ്രിൻ്റ് ആയിട്ടില്ലല്ലോ. അപ്പോൾ മനസ്സിലായി, അതായത് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് പുറത്തേക്ക് വരുമ്പോൾ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് ബോഡിയുടെ ഉള്ളിൽ കയറിയാൽ അപ്പോൾ തന്നെ അത് ബ്രേക്ക് ചെയ്യും. അതായത് ഈ ഒരു ലൂപ്പ്, ഈ എൻ്റെയർ ലൂപ്പ് പൊട്ടിക്കും. ഈ ഒരു ലൂപ്പ് മാത്രമേ പൊട്ടിക്കത്തുള്ളൂ, ഇതിൻ്റെ പുറത്തിന് വേറെ ലൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ പൊട്ടിക്കൊന്നുമില്ല. ഓക്കെ, അതായത് ഈ ഒരു ലൂപ്പ്, ആ കണ്ടീഷനുള്ള ഏത് ലൂപ്പിലാണോ ആ ഒരു ലൂപ്പിനെ ഇത് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ഇനി ഇടാൻ i=6 ആക്കി തരാം. ഇപ്പം പ്രിൻ്റ് ആകാൻ പോകുന്നതെന്നാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചോ. ഓക്കെ, എന്നിട്ട് ഞാൻ പറയാൻ പോകുന്നത്, അതായത് ഇവിടെ i=6 ആകുന്ന ടൈമിൽ ബ്രേക്ക് ചെയ്യും, അതായത് 6 പ്രിൻ്റ് ആവില്ല, 6ന് ശേഷമുള്ള ഒന്നും പ്രിൻ്റ് ആവില്ല. അപ്പോൾ i5 വരെ പ്രിൻ്റ് ആവും. ഓക്കെ, ഇവിടെ 0 തൊട്ട് 5 വരെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ പറയാനുള്ളത് വെച്ചാൽ ഈ ബ്രേക്കില്ലേ, ഈ പറഞ്ഞ കണ്ടിന്യൂ കൊടുക്കുന്നതാണ്. ഓക്കെ, ഇനി എന്താ പ്രിൻ്റ് ആകുക നിങ്ങളൊന്ന് ജസ്റ്റ് ചിന്തിച്ചോ. ഇവിടെ ഇപ്പോൾ കണ്ടിന്യൂ കൊടുത്തിട്ടുണ്ട്. കണ്ടിന്യൂൻ്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആകുന്ന ടൈമിലില്ല, ഈ ഒരു കണ്ടീഷൻ ട്രൂ ആകുന്ന ടൈമിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവിടെ കണ്ടിന്യൂ അല്ല, ഉള്ളിലുള്ള കണ്ടീഷനായിട്ട് ബോഡിയുടെ ഉള്ളിലുള്ള ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് ഉള്ളിലേക്ക് ഇടുന്ന ആ ടൈമിലല്ല കണ്ടിന്യൂ എന്ന് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് പോകില്ല, അതായത് താഴോട്ടേക്ക് വരില്ല. അതായത് ഈ ഒരു കണ്ടിന്യൂവിനെ കാണുന്ന ആ ടൈമിൽ തന്നെ ഇവിടെ പോയി i++ ചെയ്യും. അതായത് ഈ കണ്ടിന്യൂവിൻ്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് ഈ ബോഡീൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ അതിൻ്റെ താഴെയുള്ള ഒരു കോഡും വർക്കാവില്ല. ആ ഒരു ടൈമിലേക്ക്
ആ ഒരു ഇതില്ല, കണ്ടിന്യൂവിൻ്റെ ഉള്ളിലേക്കുള്ള ഒന്നും വർക്കാവില്ല. ആ ഒരു വർക്കിംഗ് ആണ് ഈ കണ്ടിന്യൂവിനുള്ള. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തരാം, പക്ഷേ റൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഒന്ന് പ്രിൻ്റ് ആകുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ i=6 ആകുന്ന ടൈമാണ് കണ്ടിന്യൂ വർക്കാകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 6 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ഇവിടെ പ്രിൻ്റ് ആവില്ല റൺ ചെയ്യുമ്പോൾ. ഓക്കെ, കാണുന്നുണ്ടോ? 5 കഴിഞ്ഞാൽ പിന്നെ 7 ആണ് വരുന്നത്. അതാണ് ഇതിൻ്റെ വർക്കിംഗ്. അതായത് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് ബോഡീൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ ഈ കണ്ടിന്യൂ പിന്നെ ഈ താഴോട്ടേക്കുള്ള കോഡൊന്നും വർക്ക് ചെയ്യിപ്പിക്കില്ല. ഇവിടുന്ന് ഈ ഒരു കണ്ടിന്യൂവിനെ കണ്ടു കഴിഞ്ഞാൽ നേരെ മുകളിൽ പോവും, i++ ചെയ്യും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ്. അതായത് കണ്ടിന്യൂ അതിൻ്റെ താഴെയുള്ള എല്ലാത്തിനും ആ ഒരു കണ്ടീഷൻ ട്രൂ ആകുന്ന ടൈമിൽ അതിൻ്റെ താഴെയുള്ളൊക്കെ മറച്ചു വെക്കാനാണ് ഈ കണ്ടിന്യൂ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഞാനൊരു മാറ്റം വരുത്തി കാണിച്ചു തരാം. ഓക്കെ, ഇത് ഞാൻ എടുക്കുന്നതാണ്, എന്നിട്ട് ഈ ഒരു പ്രിൻ്റ് എഫ് കഴിഞ്ഞിട്ടാണ് ഞാൻ അതുകൊണ്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങളൊന്ന് പറയാം, അതായത് ഇതിൻ്റെ അകത്ത് ഒന്ന് ചിന്തിക്കുകയും ചെയ്യും. ഓക്കെ, അതായത് ഇതിൻ്റെ അകത്ത് എന്നാ പ്രിൻ്റ് ആകാൻ പോകുന്നത്. ഓക്കെ, ഇനി തുടർന്നാണ്ടോ ഞാൻ ആൻസർ പറയുന്നത്. അതായത് ഇവിടെ നടക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ 0 തൊട്ട് ഇവിടെ i=6 ആകുമ്പോൾ കണ്ടിന്യൂ ആണുള്ളത്. ഓക്കെ, ബ്രേക്ക് അല്ലാതെ കൊണ്ട് ഇവിടുന്ന് കണ്ടിന്യൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് i++ലേക്ക് പോകും. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ 6 അടക്കം പ്രിൻ്റ് ആവും. കാരണം ഇവിടെ പ്രിൻ്റ് കഴിഞ്ഞിട്ടാണ് കണ്ടിന്യൂ നോക്കുന്നത്. ഈ പ്രിൻറ്റിന് ശേഷം വേറെ കോഡൊന്നും ഇവിടെ ഇല്ല. ആ ഒരു സിറ്റുവേഷനിൽ താഴോട്ടേക്ക് ഇതിൻ്റെ താഴെ വേറെ കോഡൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് വെച്ചാൽ എല്ലാ വാല്യൂവും പ്രിൻ്റ് ആവും. ഇവിടെ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കുറച്ചും കൂടി സ്പീഡായി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു വാല്യൂ ഇതൊന്നും ഇവിടെയൊക്കെ വന്നിട്ടാണ് തിരിച്ചിട്ട് മേലോട്ട് പോകുക. ഓക്കെ, പക്ഷേ അതിനെ കുറച്ചും കൂടി സ്പീഡായി കൊടുക്കുകയാണ് ഈ കണ്ടിന്യൂ അപ്പ് ചെയ്ത് കൂട്ടുന്നത്. അതായത് ഇവിടെ എത്തുന്നത് നേരെ അങ്ങോട്ട് മേലോട്ടേക്ക് വിട്ടു കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ പ്രിൻ്റ് മേലെ ആയതുകൊണ്ട് ആദ്യം പ്രിൻറ്റിങ് നടക്കും, എന്നിട്ട് ഈ കണ്ടീഷൻ നോക്കൂ. ഈ ജസ്റ്റ് അതുകൊണ്ട് ഇവിടെ ബ്രേക്ക് കൊടുത്താൽ എന്താ പറ്റുക, നിങ്ങളൊന്ന് ജസ്റ്റ് ചിന്തിച്ചു പോകുക. ഞാനപ്പോഴത്തേക്ക് ബ്രേക്ക് കൊടുത്താൽ ഇവിടെ ഇനി ബ്രേക്ക് കൊടുത്താൽ എന്നാ പറ്റുകയെന്ന് വെച്ചാൽ ഇവിടെ 6 വരെ പ്രിൻ്റ് ആവും. ഓക്കെ, 6 പ്രിൻ്റ് ആയതിന് ശേഷമാണ് ഇവിടെ ബ്രേക്ക് നടക്കുന്നത്. അപ്പോൾ 0 to 6 വരെ പ്രിൻ്റ് ആവും. ഓക്കെ, ഇവിടെ 6 വരെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ വേറെ ഒരിത് കൊടുക്കുന്ന സ്വിച്ചും ബ്രേക്കൊക്കെ കൂടിക്കലർന്ന ഒരു സാധനം, സ്വിച്ചല്ല ഇത്, ബ്രേക്കും കണ്ടിന്യൂ കൂടിക്കലർന്ന ഒരു കോഡ് ഞാൻ ഇവിടെ കൊടുത്ത് കാണിച്ചു തരാം. ഇനി ഈ കോഡ് എന്നാൽ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേക്കാം. ഓക്കെ, അതായത് ഇവിടെ ഇപ്പം ഞാൻ കണ്ടിന്യൂവിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അതല്ല ബ്രീഫ് കേസിൻ്റെ അകത്ത് i=6 ആണെങ്കിൽ ബ്രേക്ക് ചെയ്യാനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ i=6 ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പോൾ ഇതൊന്ന് വർക്കാകാതെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ, ഒന്ന് ഔട്ട്പുട്ട് കിട്ടുക. ഇവിടെ ഞാൻ പ്രിൻ്റ് എഫ് കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റാണ് പ്രിൻ്റ് എഫ് കൊടുത്തത്. ഓക്കെ, ഇനി ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആദ്യം ഇവിടെ ഇങ്ങനെ 0 തൊട്ട് 6 വരെ വരും. ആ ഒരു കണ്ടീഷൻ ഒന്നും ഇത് മാറ്റർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ 6 വരെ പ്രിൻ്റ് ആവും, 6 അല്ല 5 വരെ പ്രിൻ്റ് ആവും എന്ന് എനിക്ക് ഉറപ്പായി. ഇനി i=6 ആകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ i=6 ആകുമ്പോൾ ബ്രേക്കാണ് നടക്കുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ലൂപ്പിനെ മൊത്തത്തിൽ ബ്രേക്ക് ചെയ്യും. ഈ ഒരു ലൂപ്പിനെ ഇത് ബ്രേക്ക് ചെയ്താലല്ലേ, ഈ ഒരു ബ്രേക്ക് വർക്ക് ചെയ്താൽ പിന്നെ ഈ കണ്ടിന്യൂ വർക്ക് ചെയ്യില്ല. അതായത് ഇവിടെ ഈ ഒരു കേസ് i=6 ആകുമ്പോൾ അല്ലേ ഇത് ബ്രേക്ക് ചെയ്യും, അല്ല കണ്ടിന്യൂ ചെയ്യും. പക്ഷെ ആ ഒരു കണ്ടീഷനിൽ ഫസ്റ്റ് നടക്കുന്ന ബ്രേക്കാണ്. അപ്പോൾ ബ്രേക്ക് നടന്നു കഴിഞ്ഞിട്ടേ ഇങ്ങോട്ടേക്ക് വരും, പക്ഷെ ഇങ്ങോട്ടേക്ക് വരില്ല, ഒന്നും വരില്ല. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ ട്രൂ ആകുന്ന ടൈമിൽ ബ്രേക്ക് ചെയ്യും, ബോഡിയിലേക്ക് കയറി അപ്പം തന്നെ ബ്രേക്ക് ചെയ്യും. അതായത് ഈ ലൂപ്പ് ഫുള്ളായിട്ട് പൊട്ടിക്കും, പിന്നെ ഒന്നും പ്രിൻ്റ് ആവില്ലല്ലോ. എടുക്കാന്നില്ലേ 5 വരെ പ്രിൻ്റ് ആകുന്നുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ചെറിയ മാറ്റം വരുത്തി തരാം. ഈ ബ്രേക്കും കണ്ടിന്യൂ മേലോട്ടേക്കും താഴോട്ടേക്കും ഞാൻ ചേഞ്ച് ചെയ്യാറുണ്ട്. ഓക്കെ, അവിടെ കൊണ്ട് ബ്രേക്ക് വെച്ച് കണ്ടിന്യൂ താഴോട്ടും വെച്ച്. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്ക്, ഇപ്പോൾ എന്താ ഔട്ട്പുട്ട് കിട്ടുക. ഇപ്പോൾ ഒന്ന് ഔട്ട്പുട്ട് കിട്ടുകയെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ i=6 ആകുന്ന ടൈമിലാണ് ഇവിടെ രണ്ടിടത്തും കണ്ടീഷൻ ആയിട്ടുള്ളത്. അപ്പോൾ i=6 ആകുന്ന ടൈമിൽ ഫസ്റ്റ് ഉള്ളത് കണ്ടിന്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നടക്കുക കണ്ടിന്യൂ ആണ്. ഇതിൻ്റെ താഴോട്ടേക്കുള്ള ഈ ഒരു ലൂപ്പിന് ഇപ്പോൾ വർക്കില്ല. നേരത്തെ കണ്ടിന്യൂ വെറുതെ ഇരുന്ന പോലെ ഇപ്പോൾ ബ്രേക്ക് വെറുതെ ഇരിക്കാൻ പോകണം.
ഓക്കെ. അപ്പോൾ i = 6 ആകുമ്പോൾ കണ്ടിന്യൂ ചെയ്യും. കണ്ടിന്യൂൻ്റെ വർക്ക് എന്താ, ഇതിൻ്റെ താഴെയുള്ളൊക്കെ മറച്ച് വെച്ചിട്ട് മുകളിൽ പോയി i++8 വരുത്തുക. പിന്നെ 7 ആണ് ഇവിടെ വരുന്നത്. അതിന് ഇവിടെ ഒരു മാറ്ററും ഇല്ല, ഡയറക്റ്റ് വന്ന് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താ, ഈ ഫസ്റ്റത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അവിടെ കണ്ടിന്യൂ ആണെങ്കിൽ ഇവിടുന്ന് നേരെ മേലോട്ടേക്ക് വരും. ഓക്കെ, കണ്ടിന്യൂ ചെയ്യും. ഇനി ഇവിടെ ബ്രേക്ക് ആയിരുന്നുള്ളപ്പോൾ നമ്മൾ നേരത്തെ കണ്ടല്ലേ, അപ്പോൾ ഫുള്ളായിട്ട് ബ്രേക്ക് ചെയ്യും. ഫസ്റ്റ് എന്താണെന്നുള്ളത് അത് വർക്കാവും. അതാണ്ട് ഇവിടെ സെക്കൻഡുള്ള കണ്ടീഷൻ, അതായത് സെയിം കണ്ടീഷനാണ് ഇവിടെ ഒന്നും നടക്കത്തില്ല. ഓക്കെ, ഇനി ഇത് ജസ്റ്റ് റൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ 6 ഒഴികെ ബാക്കിയൊക്കെ പ്രിൻ്റ് ആയിട്ടുണ്ട്. 6 ആകുന്ന ടൈം കണ്ടിന്യൂ ആയിരിക്കും. കണ്ടിന്യൂ എന്ത് ചെയ്യുക, ഇവിടൊപ്പം ഇൻക്രിമെൻ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള ഈ ഒരു ബ്രേക്കും കണ്ടിന്യൂൻ്റെ അകത്ത് സ്വിച്ച് കേസിൻ്റെ അകത്താണ് നമുക്ക് നോക്കാനുള്ളത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ഇവിടെ ഇത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും നിങ്ങൾ കാണണ്ട, ഇവിടെ ജസ്റ്റ് ആ ഒരു കാര്യം പറഞ്ഞു തരാൻ മാത്രമാണ് വരുന്നത്. ഈ ഒരു കേസിൽ എങ്ങനെ ബ്രേക്ക് വർക്കാകുന്നത്. അതായത് ഇവിടെ നമ്മൾ കേസ് ഓപ്പറേറ്ററായിട്ട് പ്ലസ് കൊടുത്താൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, പ്ലസിൻ്റെ അകത്ത് വരും ഈ ഒരു ഓപ്പറേറ്റർ നടക്കും. ഓക്കെ, എന്നിട്ട് പ്രിൻറ്റും ചെയ്യും. എന്നിട്ട് ഇവിടെ ബ്രേക്ക് കാണുന്നവരെ അത് വർക്കാവും. ഇവിടെ ഇനി ബ്രേക്ക് കണ്ടിട്ടില്ലെങ്കിൽ എന്താ നടക്കുകയെന്ന് വെച്ചാൽ, ഈ അടുത്ത ബ്രേക്ക് എവിടെയാണുള്ളത് അതുവരെയുള്ള കോഡ് വർക്കാവും. ഒരു എക്സാമ്പിളിന് ഇപ്പോൾ ഇവിടുത്തെ ബ്രേക്ക് ഞാൻ ഒഴിവാക്കി കാണിച്ചു തരാം. ഓക്കെ, എൻ്റർ 2 നമ്പർ പറയുന്നുണ്ട്. ഞാൻ 2 നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഓപ്പറേറ്റർ ചെയ്ത് വേണമെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇൻറ്റു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് ഈസ് 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ ഇൻറ്റു കൊടുത്ത പ്ലസ് ആയിരുന്നു കൊടുക്കേണ്ട, മാറിപ്പോയി. ഇവിടെ ഞാൻ 2 വാല്യൂസ് എൻ്റർ ചെയ്ത് പ്ലസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഓപ്പറേറ്റർ ആയിട്ട്. റിസൾട്ട് ഈ സം ഈസ് 11, റിസൾട്ട് ഈസ് -1. അതെന്തുകൊണ്ടാണ് റിസൾട്ട് -1? ഇവിടെ റിസൾട്ട് ഈസ് -1 കാണുന്നില്ലേ? അതായത് എഡിഷനും സബ്ട്രാക്ഷനും ഒരുമിച്ചിട്ട് ഇവിടെ നടന്ന, അതായത് 11 നടത്തി, സമ്മ് നടത്തി. ഇനി ഈ 5ഉം 6ഉം മൈനസ് ചെയ്ത് എത്രയാ, -1 അല്ലേ? അതെന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ ബ്രേക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കേസ് വർക്ക് ചെയ്ത് അത് ബ്രേക്ക് കാണുന്നവരെ പോകും. അതായത് ബ്രേക്ക് കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ അതെന്താ ചെയ്യാന്ന് വെച്ചാൽ, ബ്രേക്ക് എവിടത്തം വരെ കാണുന്നോ അടുത്തം വരെയുള്ള കോഡ് വർക്കാവും. അതാണ് സ്വിച്ചിൻ്റെ കേസിൽ നടക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഒരു പരിപാടി ചെയ്യുന്ന, അതായത് ബ്രേക്കിന് പകരം ഇവിടെ കണ്ടിന്യൂ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, ഞാൻ കണ്ടിന്യൂ അവിടെ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ റൺ ചെയ്താൽ എറർ കാണിക്കും. കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് വിത്ത് എ ലൂപ്പ്. ലൂപ്പില്ലാതെ നമുക്കൊരിക്കലും കണ്ടിന്യൂവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ലൂപ്പിനുള്ളിൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂ കൊടുക്കാൻ പറ്റൂ. ഓക്കെ, ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായിക്കോ. ഇനി ഇവിടെ ബ്രേക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ ഒരു കണ്ടീഷൻ ഈഫിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ ഈഫിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യാൻ പറ്റൂ ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ വെറുതെ കൊടുത്താൽ അതിനൊരു വർക്കൊന്നുമില്ല. ഓക്കെ, ബ്രേക്ക് വെറുതെ കൊടുത്താൽ വർക്ക് ചെയ്യാനോ ഒന്നുമില്ല. ഓക്കെ, അതായത് ഇത് നമ്മളൊരു കണ്ടീഷൻ, ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ ഒരു കണ്ടീഷനായിട്ടാണ് ഇത് കൊടുക്കുക. കണ്ടീഷൻ്റെ ബോഡീൻ്റെ ഉള്ളിൽ, അതായത് ഈഫിൻ്റെ ബോഡീൻ്റെ ഉള്ളിലാണ് ബ്രേക്ക് കൊടുക്കുക. ബ്രേക്ക് എന്ന് ചെയ്യാന്ന് വെച്ചാൽ, ആ ഒരു ഫോർ ലൂപ്പിലെ ആ ഈഫ് കേസ് ഏത് ഫോർ ലൂപ്പിലാണ് നടക്കുന്നത് ആ ഒരു ഫോർ ലൂപ്പിനെ മൊത്തത്തിൽ ഇത് ചെയ്യും, എന്ത് ചെയ്യും, പൊട്ടിക്കും. അതായത് ഈഫ് ഏത് ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലാണോ കിടക്കുന്നത് ആ ഒരു ഫോർ ലൂപ്പിനെ മൊത്തത്തിൽ പൊട്ടിക്കും. അതാണ് ബ്രേക്ക് ചെയ്യുക. ഓക്കെ, ആ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ഒരു ലൂപ്പിനെ മൊത്തത്തിൽ പൊട്ടിക്കും. കണ്ടിന്യൂ ആണെങ്കിൽ ഇവിടുന്ന് ആ ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് ഉള്ളിലേക്ക് കയറിയാൽ ആ ഒരു കണ്ടിന്യൂ നേരെ മുകളിൽ പോയി i++ ചെയ്യും. ഓക്കെ, അതുപോലെ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ താഴെയുള്ള കോഡൊന്നും വർക്കാകണ്ട. ആ ഒരു ടൈം ആണെങ്കിൽ ഒരു ടൈം വർക്കാകണ്ട. അതാണ് ഈ കണ്ടിന്യൂവിൻ്റെ വർക്കിംഗ്. ഓക്കെ, ഇത്രയിൽ പറയാനുള്ളൂ. കണ്ടിന്യൂ നമുക്ക് ആകെ ലൂപ്പിനുള്ളിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. വിത്തൗട്ട് എ ലൂപ്പ് നോട്ട് പോസിബിൾ കണ്ടിന്യൂ. ഓക്കെ, ബ്രേക്ക് നമുക്ക് ലൂപ്പിനുള്ളിലും അതുപോലെ തന്നെ സ്വിച്ച് കേസിൻ്റെ ഉള്ളിലും നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്യാം. ഈ വീഡിയോ പറയാനായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.